ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ രുചികരമായ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഫ്രഷായിട്ടുള്ള കഴുകിയെടുത്തൊരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ചൂടാകുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായി ക്രിസ്പിയായി വരുന്നവരേക്ക് നമുക്കിത് വറുത്തെടുക്കാം. നന്നായി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അരമുറി നാളികേരം ചെറുകിയത്, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെള്ളം ചേർക്കാതെ പകരം കുറച്ച് തൈര് ചേർത്ത് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇനി അരപ്പിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം. കൂടുതലായിട്ട് കടുക് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അരപ്പ് ഒരു പാത്രത്തിലേക്ക് ചേർക്കാം. അധികം പൊടിയില്ലാത്ത 1 കപ്പ് തൈര് കട്ട ഉടച്ച് മിക്സ് ചെയ്ത് ഈ അരപ്പിലേക്ക് ചേർക്കാം. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നേരത്തെ വറുത്ത് വെച്ച വെണ്ടയ്ക്കയും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി കടുക് താളിപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോൾ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചടിയിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ തയ്യാറായി. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു റെസിപ്പിയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.